ഹലോ എവ്രി വൺ. കാ ഫെസ്റ്റിവലിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ ജനറേഷണൽ സൈക്കിൾസ് ഒക്കെ എപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ട് കുറെ നല്ല കണ്ടന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സെക്സ് എഡ്യൂക്കേഷൻ എക്സ്പേർട്ട് ആസ് വെൽ ആസ് പാരന്റിംഗ് അഡ്വൈസർ ആയിട്ടുള്ള സ്വാതി ജഗദീഷ് മാം ആണ്. ഓൾസോ പോപ്പുലർലി നോൺ ആസ് മായാസമ്മ. ഹായ് മാം. താങ്ക് യു. നൈസ് ടു മീറ്റ് യു. ഹൗ ഇസ് ഇറ്റ്? ഇപ്പം എല്ലായിടത്തും കറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലൊരു വൈബ് ഉണ്ട്. യെസ്, നല്ലൊരു എനർജിയാണ്. ഓക്കെ. എനിക്ക് ഇഷ്ടമായി. ഇപ്പം കുറെ ടാബൂസിനെ മാം എല്ലാം എടുത്ത് മാറ്റി കളയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം അവരുടെ ബോഡി പാർട്സിനെ പറ്റി കുഞ്ഞിലേ മുതൽ സംസാരിക്കുന്നത് അവരുടെ ഇന്നസെൻസിനെ കളയുന്നു എന്നുള്ളൊരു ടാബും എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള അഭിപ്രായം മാമിന് എന്താണ്? ഒരു കുഞ്ഞിന് ഇൻഫർമേഷൻ ഇല്ലാണ്ട് പോയി ചൈൽഡ്ഹുഡ് എന്ന ഒരു സമയം എൻജോയ് ചെയ്യാൻ പറ്റാതെ പോകുന്ന വിധം അബ്യൂസോ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള കാര്യങ്ങളോ സംഭവിച്ച് ഇന്നസെൻസ് പോകുന്നതിലും ഏറ്റവും നല്ലതാണ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത് എംപവേർഡ് ആയിട്ട് ഫീൽ ആവുക എന്നുള്ളത്. സോ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന കുട്ടിയെ എംപവേർഡ് ആയിട്ട് ഫീൽ ആക്കുക. അതായത് എൻ്റെ ബോഡി പാർട്സിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്, എവിടെ തൊടാൻ പാടില്ല എന്നുള്ളത് പറയാം എന്നുള്ള ഒരു റൈറ്റ്സ് എനിക്കുണ്ട്, എൻ്റെ ബൗണ്ടറീസ് എനിക്ക് അറിയാവുന്ന തോട്ട് പ്രോസസ് ഒരു കുഞ്ഞിനെ എംപവേർഡേ ആക്കത്തുള്ളൂ. ഒരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡിസംപവേർഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും അറിയുവാണെന്നുണ്ടെങ്കിൽ എംപവേർഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ. സോ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പല കാര്യങ്ങളും അവിടെ നമുക്ക് സേഫ്റ്റിയിലോട്ട് ആ കുഞ്ഞിനെ എത്തിക്കാം എന്നുള്ളതുകൊണ്ട് അത് ഇന്നസെൻസ് പോകുന്നതായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ബോഡി പാർട്സ് ആണല്ലോ, ഇപ്പൊ കണ്ണ് മൂക്ക് പുരികം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഒരു വളവയോ പീനിസോ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ കുറെ പേരൻസിനെ മാം ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം കോമൺ ആയിട്ട് കാണപ്പെടുന്ന മിസ്കൺസെപ്ഷൻസ് ഒക്കെ എന്താണ് അവരുടെ മനസ്സിലുള്ളത്? കോമൺ മിസ്കൺസെപ്ഷൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പറയാനുള്ള മടി, നാണം, അതുണ്ട്. അതേ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് അതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ കണ്ടുവരുന്നത് അവരുടെ സ്വന്തം സെക്ഷൽ ഷെയിം അല്ലെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലേ തൊട്ടുണ്ടായിട്ടുള്ള സെക്ഷൽ അബ്യൂസോ ട്രോമയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നവര് കുഞ്ഞിന്റെ സേഫ്റ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാൽപിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞു കൊടുത്തെങ്കിലും എനിക്ക് പാർക്കിലോട്ട് കളിക്കാൻ വിടാൻ പേടിയാണ് എന്നൊക്കെ അവരുടെ ട്രോമ ഹീൽ ആവാത്തത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുകൾ പറയുന്ന പേരൻസ് ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അതാണ്, നിങ്ങളുടെ മേത്തുള്ള ആ ഭാരം ഇറക്കി വെച്ചാലേ നമുക്ക് കുഞ്ഞിന്റെ സെക്ഷൽ എംപവർമെന്റിലോട്ട് അല്ലെങ്കിൽ സെക്ഷൽ സേഫ്റ്റിയിലോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ തന്നെ ഡിസംപവേർഡ് ആയിട്ട് ഫീൽ ചെയ്യുവാണ്, സെക്ഷൽ ഷെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? നമ്മുടെ കപ്പ് എം ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊഴിക്കാൻ പറ്റില്ലല്ലോ മാം. പിന്നെ ഈ ബോഡി ബൗണ്ടറീസ് ഒക്കെ കുട്ടികളുടെ അടുത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈസി ആയിട്ട്? ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ബോഡി ബൗണ്ടറീസ് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന് ഓൾറെഡി ബൗണ്ടറീസ് ഒക്കെ ഉണ്ട്. അവര് 6 months 7 months ആഹാരം കഴിക്കുമ്പോൾ തന്നെ അവര് ഐ എം ഫുൾ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി തല മാറ്റുകയും ബോഡി മാറ്റുകയും നോ പറയുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങാറുണ്ട്. അപ്പൊ അവരുടെ ബൗണ്ടറീസിനെ കുറിച്ച് അവർക്ക് ധാരണ ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഇപ്പൊ ഒരു വയസ്സിലോ 2 വയസ്സിലോ ഒക്കെ ആണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടിപ്പിക്കാനൊക്കെ പോകുമ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നൊക്കെ ബൗണ്ടറി ആണ്. നമ്മൾ പിന്നെ അതൊക്കെ വയലേറ്റ് ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് ഭയങ്കര വലിയ നെറ്റ് ഫ്രോക്ക് ഒക്കെ ഇടിപ്പിക്കുന്നതൊക്കെ. സോ കുഞ്ഞിന് ബൗണ്ടറീസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആവും നമ്മുടെ എല്ലാവരുടെയും ബോഡിക്കകത്തോട്ട് തന്നെ ഇൻബിൽറ്റ് ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു സിസ്റ്റം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ എന്റെ മോളാണെങ്കിൽ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു 4 വയസ്സോ മറ്റോ ഉള്ളപ്പം വെളിയില് നല്ല തണുപ്പ് ഡിസംബറിൽ. അപ്പൊ ഞാൻ പറഞ്ഞു മായു സ്വെറ്റർ ഇട്ടുകൊണ്ട് ഇറങ്ങാവുള്ളതെന്ന് പറഞ്ഞപ്പം അവള് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ലതായിട്ട് തണുക്കുന്നുണ്ട് ഇടണം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് തണുക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇട്ടോ എന്ന് പറഞ്ഞു. അതായത് എന്റെ ബോഡി വേറെ, അവളുടെ ബോഡി വേറെ, അവൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ വേറെ, എന്റെ എക്സ്പീരിയൻസസ് വേറെ എന്നുള്ളത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കുട്ടികൾ. നമ്മൾ അതൊന്ന് ഫോളോ ചെയ്താൽ മതി. കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ മതിയെങ്കിൽ മതി കേട്ടോ, തീർന്നെങ്കിൽ പറയണം കേട്ടോ, നോ പറയണം കേട്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആ 6 7 8 months സോളിഡ്സ് ഒക്കെ തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 5 വയസ്സിൽ ആ കുട്ടിക്ക് ബൗണ്ടറീസിനെ കുറിച്ച് നല്ല ധാരണയും നോ പറയാം എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവും. നമ്മൾ പല സമയത്ത് അതിങ്ങനെ വയലേറ്റ് ചെയ്ത് 7-8 വയസ്സായി കഴിയുമ്പോൾ നോ പറയണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ നോ പറഞ്ഞിട്ടില്ല, എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നോ പറയാന്നുള്ളത്. ആ കുട്ടി ഇത്തിരി സ്ട്രഗിൾ ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇത്തിരി ഏർലി ആയിട്ട് തന്നെ ഈ കോൺവെർസേഷൻസ് ഒക്കെ ഒന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ. പിന്നെ വേറൊരു വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഈ കൺസെന്റും ബൗണ്ടറീസും ഓട്ടോണമി ഒക്കെ വരുന്നുള്ളൂ എന്നുള്ളത് വലിയൊരു മിത്താണ്. ഞാൻ പറഞ്ഞില്ല, ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ, ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ ആപ്പിളാണോ ഓറഞ്ച് ആണോ വേണ്ടേ, ഒരു സെക്കൻഡ് ആലോചിച്ചിട്ടല്ലേ ഇത് ഓറഞ്ച് വേണമെന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് പുളിപ്പ് കഴിക്കാൻ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഐ എം listening to the body for a second and then I'm responding. So ആ ഒരു ട്രെയിനിങ് കുട്ടിക്ക് നമ്മൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ 7 8 9 നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യും. റൈറ്റ്, ഓക്കെ. ഇപ്പൊ നമ്മൾ ഡിജിറ്റലി എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഭയങ്കര അൺസേഫ് ആണ്. അപ്പം എങ്ങനെ അവരെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും? അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് ബേസിക്കലി?
ഇപ്പൊ ഇറ്റ്സ് ഇമ്പോസിബിൾ എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ്. See, the best thing we can do is don't have screens at home. അതാണ് ഏറ്റവും ബെസ്റ്റ്. റൈറ്റ്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഒരു 70-80% എങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഒന്നും കാണിക്കാതിരിക്കുക, ഒന്നും അവൈലബിൾ ആക്കാതിരിക്കുക. ബിക്കോസ് എനിക്കറിയാം TV ഇല്ലാത്ത ഫാമിലീസിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഓക്കെ. പേരൻസും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സ്ക്രീൻ ബൗണ്ടറീസ് ഫോളോ ചെയ്യുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫാമിലീസിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അത് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിരിക്കണം. ശരി. ആ പേരൻസ് അത് അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അതല്ലേ കാണൂ. ഇപ്പം പേരൻസ് പറയും എന്റെ കുട്ടി കൊണ്ട് ബുക്ക് വായിപ്പിക്കാൻ ഭയങ്കര പാടാണ്, നിങ്ങൾ ആദ്യം ബുക്ക് വായിക്കേ, അതത് കാണട്ടെ. കുഞ്ഞിനെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കാൻ നിങ്ങളൊന്ന് യോഗയോ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. കുഞ്ഞിന് രാവിലെ തൊട്ട് കാണുന്ന നിങ്ങൾ ഈ ഫോണും ചോണ്ടിക്കൊണ്ട് സോഫയിൽ ഇരിക്കുന്നതാണ് കാണുന്നെങ്കിൽ the child is not having any subconscious reference for it to learn from. So model whatever you want the child to learn, അതങ്ങ് കണ്ടുപഠിച്ചോളും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ പരമാവധി ഇല്ലാണ്ടാക്കുക, അത് കഴിഞ്ഞിട്ടുള്ളത് മാക്സിമം കുറയ്ക്കുക. അതായത് വീട്ടിൽ സ്ട്രിക്റ്റ് സ്ക്രീൻ ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമ്മൾ ഈവനിങ് സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ വേണമെങ്കിൽ TV കണ്ടിട്ട് പിന്നെ നമ്മൾ 6:30 തൊട്ട് കാണുന്നില്ല, അച്ഛനും അമ്മയും പോലും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നില്ല എന്നൊരു റൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് ഫോളോ ചെയ്തല്ലേ പറ്റൂ. സോ നമ്മൾ അങ്ങനെ ഫ്രണ്ട്സ് ആവാൻ പറ്റില്ല, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. വി കാൺ ബി ടു ലീനിയന്റ് ആൻഡ് ടു എന്ത് വേണം ചെയ്തോ എന്നുള്ളൊരു ആ വൈബിലോട്ട് നമുക്ക് വരാനേ പറ്റില്ല, വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പേരന്റിന്റെ ബൗണ്ടറി തന്നെ നിൽക്കുക, ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നാൽ എവിടെയൊക്കെ സ്ട്രിക്ട്നെസ്സും ഡിസിപ്ലിനും ബൗണ്ടറി വേണോ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. ശരി. ഓക്കെ. എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ മാം മായാസ് അമ്മ ആയി കഴിഞ്ഞേ പിന്നെയല്ലേ കുറെ രീതിയിൽ മദർഹുഡ് എന്താണെന്ന് പഠിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പം ബാക്കിയുള്ള പേരൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് മാം ചെയ്ത മിസ്റ്റേക്സ് കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെന്തൊക്കെയാണ് മാം പറയാതെ, ഐ മീൻ അത് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പം എന്തൊക്കെയാണ് മാമിന് പറ്റിയിട്ടുണ്ടായിരുന്ന മദർഹുഡ് മിസ്റ്റേക്സ്? ഒരു ബുക്കൊക്കെ എഴുതേണ്ടി വരും അങ്ങനെയൊക്കെയാണ്. നമ്മളും ട്രയൽ ആൻഡ് എററിലല്ലേ പഠിക്കുന്നത്. സി ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോട് പറയുന്നതാണ്, ഇപ്പൊ ടീനേജിനെ കുറിച്ച് പറയാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ അതോറിറ്റി അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എനിക്ക് ടീനേജ് കുട്ടി ഇല്ല, എന്റെ മോൾ ഇതൊരു ടീനേജിലോട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ലിവ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ശരിക്കും അനുഭവത്തിൽ നിന്നും പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് നോളജ് ഉണ്ട്, ഞാൻ എന്തെങ്കിലും ബുക്കൊക്കെ വായിച്ച നോളജ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പേരൻസിനെ അവരുടെ ടീനേജേഴ്സിനെ കണ്ടു എന്നുള്ള നോളജ് വേണമെങ്കിൽ ഉണ്ടാവുമായിരിക്കും. അതിൽ കവിഞ്ഞൊരു നോളജ് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ എനിക്കിപ്പോൾ നോളജ് വെച്ചാൽ 12 വയസ്സ് വരെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ പ്ലസസ് മൈനസസ് പ്രോസ് കോൺസ് ഒക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ടു ലാർജ് എക്സ്റ്റെന്റ് എന്റെ എക്സ്പീരിയൻസിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഉണ്ട്. ഞാൻ ഒത്തിരി കാർ സീറ്റ് യൂസ് ചെയ്തൊരു പേരന്റ് അല്ല, അപ്പൊ അതോർത്ത് ചെറിയൊരു ഗിൽറ്റ് ഉണ്ട്. കാരണം അത്രയൊന്നും അവയർനെസ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അതിന്റെ പ്രാധാന്യം ഒത്തിരി നമ്മൾ ആലോചിച്ചിട്ടില്ല. ചില സ്ഥലത്ത് ഞാനും ബൗണ്ടറീസ് ഒക്കെ വയലേറ്റ് ചെയ്ത് കാണുമായിരിക്കും. ഈ ഡ്രസ്സ് ഇട്ടേ പറ്റൂ, നല്ല ഭംഗിയുണ്ട് ബേബി, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അവള് ഭയങ്കര എന്താ പറയാ എന്തോ ഇൻബിൽറ്റ് നോളജ് കൊണ്ട് വരുന്ന ഒരു കുട്ടിയായിട്ട് തന്നെ എനിക്ക് തോന്നിയേക്കുന്നത്. അവൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അവള് പറഞ്ഞതിന് ശേഷം ഞാൻ കറക്റ്റ് ചെയ്ത കാര്യങ്ങളുണ്ട്. എനിക്ക് സോറി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം എനിക്ക് സോറി കിട്ടിയിട്ടില്ല ചെറുപ്പത്തിലെ. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ കപ്പ് എം ടി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നുള്ളത്, സോറി ഒക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഐ ഹാഡ് ടു ട്രെയിൻ മൈസെൽഫ്. ഇറ്റ്സ് ഓക്കെ, എന്റെ ഇന്നർ ചൈൽഡ് ാണ് സോറി കിട്ടാത്തത്. സോ അത് അവള് സോറി പറയണം എന്ന് കേട്ട് ട്രിഗർ ആവേണ്ട കാര്യമില്ല. സോറി പറയാം, കുഴപ്പമില്ല, അപ്പൊ ഈഗോ ഒന്നെടുത്ത് മാറ്റി വെക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. സോ അങ്ങനെ മിസ്റ്റേക്സ് ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും. യെസ്. ആൻഡ് ഇനിയും നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് ഒന്ന് ചെന്നാലോ? അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് നമുക്കൊരു കുറച്ച് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ മാം ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ മായ ചോദിച്ചിട്ടുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ എവിടുന്ന് വരുന്നു, എങ്ങോട്ടേക്കാണ് പോകുന്നത് ഡെത്ത് കഴിഞ്ഞിട്ട്? Wow. Okay. One traditional parenting rule that we should all set on fire. Strict boundaries at home. Right. Okay. Lactation, sex ed or psychology? ഏതായിരുന്നു മാമിന് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് കർവ് ആയിട്ട് തോന്നിയത്? സെക്സ് എഡ് തന്നെയായിരിക്കും. ഒത്തിരി വെൽ എക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലാത്തത് കൊണ്ട് ഞാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നു. ഓക്കെ, ശരി. ഒരു വൺ വേർഡ് എവറി പേരന്റ് ഷുഡ് സ്റ്റോപ്പ് യൂസിങ് ഇമീഡിയറ്റ്ലി. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം, ആൺകുട്ടികളായി കരയരുത്, അങ്ങനത്തെ ജെൻഡർ ബേസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ. കോഫി ഓർ ചായ ടു സർവൈവ് എ പാരന്റിംഗ് മെൽറ്റ്? ചായ ഫാന. ഓക്കെ. ജെന്റിൽ പാരന്റിംഗ് ഇൻ വൺ വേർഡ്? പാരന്റിംഗ് ഇൻ എ ഫ്രണ്ട്ലി മാനർ വിത്ത് എ ലോട്ട് ഓഫ് ബൗണ്ടറീസ് എന്ന് വേണമെങ്കിൽ. ഓക്കെ, ദാറ്റ്സ് ഫെയർ. ഓക്കെ. പിന്നെ വാട്ട് ഈസ് യുവർ ഗിൽറ്റി പ്ലെഷർ വെൻ യു ഗെറ്റ് എ മൊമെന്റ് ഓഫ് സൈലൻസ് ആഫ്റ്റർ ഓൾ ദ കിയോസ്? ഞാൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ചോക്ലേറ്റ്സ് എടുത്ത് കഴിക്കും.
Yeah. ഓക്കെ, അവളറിയാണ്ട് സ്വാഭാവികം. മായ കണ്ടുപിടിച്ചിട്ടുണ്ടോ? എടുത്ത് കഴിക്കും ആണോ? അങ്ങനെയൊക്കെയുള്ളത്. എന്നിട്ട് മായ പിന്നെ വല്ലതും വന്ന് അടിയിട്ടാറുണ്ടോ? അവൾക്കറിയാം ഞാനിതൊക്കെ ചെയ്യുന്നു. ആണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഡൈനാമിക്സ് പൊതുവെ, അമ്മയും മോളും? ഞാൻ ഭയങ്കര ടച്ചി ഹഗ്ഗി ആയിട്ടുള്ള പേരന്റ് ആണ്. അവൾ ഇത്തിരി ബോഡി വൈസ് ഇത്തിരി റിജിഡ് ആണ് ആള്. അത്ര നമ്മൾ ചോദിക്കാതെ ഹഗ്സ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല. സോ അതങ്ങനെ ആയിരിക്കും മോസ്റ്റ്ലി. ഒത്തിരി ഫ്രണ്ട്ലി ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേരൻസിന് കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും. പിന്നെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്റെ ഫ്രണ്ടിന്റെ മോള് ഈസി ഓപ്പോസിറ്റ്. ഉള്ള ഭയങ്കര ടച്ചി ഫീൽ. അപ്പൊ എന്റെ ഫ്രണ്ട് പറയാറുണ്ട് നീ ഇവളെ എടുത്തു, ഇവളെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയാറുണ്ട്. സോ അവൾ ഇത്തിരി ബോഡി വൈസ് ഒക്കെ അമ്മ മതി ഹഗ് മതി, ഞാൻ കിസ് ഇന്നലെ തന്നില്ല അതുകൊണ്ട് ഞാൻ നാളെ തരാം എന്നൊക്കെ പറയുന്ന ഒരു ആളാണ്. ഞാൻ അങ്ങനെയല്ല, ഐ എം മോർ ടച്ചി ഫീലിംഗ്. ഓക്കെ, ഇപ്പൊ ഇനി മായ ടീനേജർ ആവാനായിട്ട് പോവാണ്, അപ്പൊ ആയി കുറച്ച് ടെൻഷൻ ഒന്നും ഇല്ലടാ, അതിന്റെ കൂടെ അങ്ങ് പഠിച്ചു പോവാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. എനിക്ക് മാമിനോട് ആദ്യമേ താങ്ക്സ് പറയണം, കുറെ ജനറേഷണൽ കേഴ്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് സോ മച്ച്.